ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്കടുത്ത് പൊട്ടിത്തെറിയുണ്ടായെന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലി നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് എംബസിക്ക് സമീപത്തു നിന്ന് കേട്ട സ്ഫോടന ശബ്ദം ഭീകരാക്രമണം ആകാമെന്ന സംശയത്തിലാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. പൊതുസ്ഥലങ്ങളിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. മാളുകളിലും ആൾക്കൂട്ടങ്ങളിലും ഇടപഴകുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇസ്രായേലി ചിഹ്നങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമല്ലാത്ത വലിയ പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുക. യാത്രാ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തുന്നത് ഒഴിവാക്കുക. തത്സമയ സന്ദർശനങ്ങളുടെ ഫോട്ടോഗ്രാഫുകളും വിശദാംശങ്ങളും ഒഴിവാക്കുക എന്നിങ്ങനെയാണ് മറ്റ് നിർദ്ദേശങ്ങൾ. ചൊവ്വ വൈകിട്ട് 5:48 എംബസിക്ക് സമീപമാണ് സ്ഫോടനം ഉണ്ടായതെന്ന് സ്ഥിരീകരിച്ചതായും ഡൽഹി പോലീസും സുരക്ഷാ സംഘവും സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണെന്നും ഇസ്രായേൽ എംബസി വക്താവ് ഗൈ നിർ മാധ്യമങ്ങളോട് പറഞ്ഞു. വൈകിട്ട് ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപത്തു നിന്ന് പൊട്ടിത്തെറി ശബ്ദം കേട്ടതായി ഡൽഹി പോലീസിന് ഫോൺ സന്ദേശം ലഭിച്ചിരുന്നു. എംബസിക്ക് സമീപത്തു നിന്ന് വലിയ ശബ്ദം കേട്ടുവെന്നാണ് പ്രദേശത്തെ ജനങ്ങൾ പറയുന്നത്. ഫയർഫോഴ്സിന്റെ അറിയിപ്പ് പ്രകാരം കൺട്രോൾ റൂമിലാണ് ഫോൺ കോൾ ആദ്യം എത്തിയത്. എന്നാൽ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ലെന്നും ഡൽഹി പോലീസും ഫയർഫോഴ്സും അറിയിച്ചു. ടയർ പൊട്ടുന്നത് പോലുള്ള ശബ്ദമാണ് കേട്ടതെന്നാണ് ഒരു ദൃക്സാക്ഷി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. എംബസിയിലെ എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ഇസ്രായേൽ എംബസിയും അറിയിച്ചു. തീവ്രത കുറഞ്ഞ സ്ഫോടനമാണ് നടന്നതെന്നാണ് ഡൽഹി പോലീസിന്റെ പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് എംബസിക്ക് സമീപം 2 പേരുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇവർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് വ്യക്തമല്ല. സംശയിക്കുന്നവരുടെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. എംബസിയുടെ സമീപത്തു നിന്നും അവശിഷ്ടങ്ങളും ബോൾ ബയറിങ്ങുകളും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കൂടാതെ ഇസ്രായേൽ അംബാസഡറെ അഭിസംബോധന ചെയ്തുള്ള ഇംഗ്ലീഷ് കത്തും പോലീസ് പരിശോധിക്കുകയാണ്.